ഹൈ ഗൈസ്, ഐ എം ബാക്ക്. കുറെ കാലം ഈ ബുദ്ധിയെല്ലാം വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇനി വർക്ക് ചെയ്യാൻ നിനക്ക് ബുദ്ധി ഉണ്ടോ നിങ്ങൾ ചോദിക്കാൻ പോകുന്നതായിരിക്കും. ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു സമയത്ത് ഞാൻ ഊരിവെച്ച മുഖംമൂടി ആയിരുന്നു. അവിടെ വളരെയധികം വലിയൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് മേഹുലിനെ കൊണ്ട് മാത്രം കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റെക്കമെൻഡിന്റെ ഭാഗമായി ഈ കേസ് തെളിയിക്കാൻ ഡിറ്റക്റ്റീവ് വെക്ടറിന്റെ ആവശ്യമുണ്ട്. Eso fue lo que dijiste. ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റിയുടെ ലെറ്റർ. വെയിറ്റ്, എന്തോ ഈ ആനിമേഷന് കുറച്ചൊരു ക്വാളിറ്റി വന്ന പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ പണ്ട്, അതായത് ഒരു 1-2-3 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു, അന്നേരം കുറച്ച് കളറൊക്കെ ഫെയ്ഡ് ആയിട്ടായിരുന്നു. കാരണം പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളെ ഡിറ്റക്റ്റീവ് മേഹുൽ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ലെറ്റർ. വാട്ട്? ഡിറ്റക്റ്റീവ് മേഹുലിന് വന്ന കത്ത് കണ്ടിനോ? ടെക്നോളജിയാ. ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, Okay. ഇന്ന് സിറ്റിയിലെ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ ഒരു സ്കൂൾ ബസ് റോബറി നടന്നു. ഓ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് സ്കൂൾ ബസ്സിൽ എന്തോ സംഭവമായിരുന്നല്ലോ. സ്കൂൾ ബസ് ആയിരുന്നോ? അല്ല, ഏതോ ബസ്സിൽ എന്തോ ഒരു കേസായിരുന്നു. എങ്ങനെ പോയാലും എന്റെ കേസ് എന്തോ ഈ ബസ്സിൽ കൊണ്ടുപോയിട്ട് തരുന്നത്, വേറെ കൊലപാതകം ഒന്നും തരാത്തത്. കേസ് എന്താണെങ്കിൽ ഞാൻ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്ത കേസ് നമ്മൾ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ സാധാരണ അടങ്ങാറുള്ളൂ. അപ്പൊ സ്കൂൾ ബസ്സിൽ എന്തോ ഒരു കേസാണ്, ഏതോ ഒരു ഹൈവേയിലാണ്. ബസ്സിൽ 20 സ്റ്റുഡൻസും 2 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. കുട്ടികൾ സേഫ് ആണ്. എന്നാൽ സയൻസ് ഫെയറിന്റെ ഗോൾഡ് മെഡലും ടാബ്ലറ്റ്സും മോഷ്ടിക്കപ്പെട്ടു. സയൻസ് ഫെയറിന്റെ ഗോൾഡ് മെഡൽ ടാബ്ലറ്റും ആ കുട്ടികൾക്ക് കിട്ടിയ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് ആരോ കട്ടിയിരിക്കുന്നത്. ആ ഒരു പോയ ട്രോഫിയും മെഡലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് തന്നെ ഇന്നേ വരെ വരാത്ത ടെക്നോളജിന്റെ ആയി കത്ത് വന്നത്, ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ളത്. ഈ പാട്ട മെഡലും ടാബ്ലറ്റിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ വരണോ ഈ കേസ് കളിക്കാൻ വേണ്ടിട്ട്? ഒരു പക്ഷേ ഏതെങ്കിലും വലിയ പദ്ധതി ഉണ്ടായിരുന്നിരിക്കാം. ഉടനെ കണ്ടുപിടിക്കണം. സ്കൂൾ ബസ് റോബറി. കള്ളന്മാർ ഒരു തുമ്പ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കള്ളന്മാർ ഒരു തുണ്ട് പോലും അവശേഷിപ്പിച്ചിട്ടില്ലെന്നോ? വാട്ട്? അതിന് നീ ആ കേസ് അന്വേഷിക്കാൻ പോയോ? ആദ്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാലേക്ക് അവൾ എന്തെങ്കിലും തുണ്ടൊക്കെ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകത്തുള്ളൂ. 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവൻ പൊട്ടൻ ഇപ്പനും പൊട്ടൻ തന്നെയാണോ? ഇവൻ എന്നിട്ട് എങ്ങനെയാണ് ഈ കേസെല്ലാം തെളിയിച്ച് പോകുന്നത്? എങ്ങനെ ജീവിക്കുന്നത് ഈ കേസെല്ലാം തെളിയിച്ചിട്ട്? സർ, ഒരു കേസ് കൂടി. നിങ്ങളുടെ ചായ വീണ്ടും തണുക്കുമെന്ന് തോന്നുന്നു. ഓ, ഇത് മറ്റവള്. ഇവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളെ വിളിച്ച് പറയല്. ഓൾ ആ സമയത്ത് എപ്പോഴും ഫോണ് വിളിച്ചിട്ടായിരുന്നു. ഓളിപ്പോ നേരെ ഇവനെ മംഗലം കഴിച്ചാ പൊരക്കാണ് താമസിക്കുന്നത്. ഡിറ്റക്റ്റീവ് മേഹുൽ ഇപ്പൊ കുടുംബമായി കുട്ടികളായി എല്ലായി. ഞാനിപ്പോൾ ഇവന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. ലോജിക്ക് ചൂടാണെങ്കിൽ ചായ തണുത്തതായാലും കുഴപ്പമില്ല. ലോജിക്ക് ചൂടാണെങ്കിൽ ചായ തണുത്താലും കുഴപ്പമില്ല. ഇവന്റെ കേസ് മൊത്തം ഇവൻ ലോജിക്കലി ആണ് കണ്ടുപിടിക്കാൻ. ഇവന്റെ ലോജിക്കിന്റെ ഒപ്പം നമ്മളെ ലോജിക്കും കൂടി വർക്ക് ചെയ്ത് തന്നെയില്ലേ ഈ കേസ് എവിടം വരെ എത്തും ഞാൻ കാണിച്ചു തരാം. ലോജിക്ക് ചൂടാണെങ്കിൽ ചായ തണുത്തതായാലും കുഴപ്പമില്ല. ലോജിക്കൽ ആർമി. കേസ് നമ്പർ 1, ദ സ്കൂൾ ബസ് റോബറി. ലെറ്റ്സ് സീ. ആരാണ് ബസ് തടഞ്ഞത്? അതും എന്തിന്? ആരാണ് ബസ് തടഞ്ഞത്? ഇതാണ് ഇനി നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തിനാണ് ആ ട്രോഫിയും ടാബ്ലറ്റും എടുത്തു കൊണ്ടുപോയത്? ശരിക്കും അവന്മാരുടെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു സ്കൂൾ ട്രിപ്പ്, ഒരു സിമ്പിൾ ജേർണി. വഴിയിൽ ഒരു റോബറിയും. ആരോ നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. പിന്നെ നേരത്തെ പദ്ധതി തയ്യാറാക്കാണ്ട് സ്കൂൾ ബസ് ആരെങ്കിലും വെറുതെ പോയിട്ട് റോബറി ചെയ്യോ? പറയാൻ പറ്റത്തില്ല. സ്കൂൾ പഠിക്കുന്ന ആ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ചെക്കൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ റോബറി ചെയ്തിട്ടുണ്ടെങ്കിലോ. ഈ കേസ് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു കോലത്തിലാവും ഈ കേസ് സാധാരണ. സർ, മാസ്ക് ധരിച്ച 2-3 പേർ വന്നിരുന്നു. അവർ റോഡിൽ ബ്ലോക്സ് വെച്ച് ബസ് നിർത്തി. ഓ, ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മാസ്ക് വെച്ച ആൾക്കാരാണ് പോലെ റോബറി. ഇല്ലെങ്കിൽ കേസൊക്കെ തെളിയിക്കാൻ പറ്റുമ്പോൾ നാക്കും കൂടി പഠിക്കണമായിരുന്നു. മാസ്ക് വെച്ച ആരല്ലോ പോലെ ഈ കേസ് എല്ലാം വേണ്ട, നമുക്ക് ബാക്കിയാണ്. എന്നിട്ട് എല്ലാം എടുത്തു കൊണ്ടുപോയി. മെഡൽസ്, ടാബ്ലറ്റ്സ്, സയൻസ് ഫെയർ, ക്യാഷ് ബോക്സും. സർ, കുട്ടികൾ സേഫ് ആണ്.
അതായത് ബസ്സിനകത്ത് കയറിയിട്ട് കുട്ടികളെ ഒന്നും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ ഇവർ എടുത്തു കൊണ്ടുപോയത് മെഡല്, ടാബ്ലറ്റ്, കുറെ ട്രോഫി ഒക്കെ. അത് മാസ്ക് ഇട്ട് ബസ്സൊക്കെ തടന്നു വെച്ചിട്ടാ പോലും അതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. എന്തിനി 20 30 ഒക്കെ ശശാങ്കന്റെ വീഡിയോയിലുണ്ടല്ലോ ട്രോഫി മെഡലൊക്കെ, ഒറിജിനൽ ഗോൾഡ് മെഡലാണ്. പക്ഷെ ഈ പ്ലാൻ വളരെ പ്രൊഫഷണൽ ആയി തോന്നുന്നു. മോഷണം നടത്തിയ ശേഷം ഈ തള്ളച്ചെന്ന് പറയുന്ന ഈ പ്ലാന് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നു. ഒന്നിക്ക് മേഹുല് പൊട്ടന, അല്ലെ ഈ കക്കാമന്ന് ഇവന്മാരെന്തോ പൊട്ടനാണ്, അല്ലെ ഇവിടെ മൊത്തത്തിൽ ഈ കേസിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഐ നോ ഗൈസ്, നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഇവൻ കാര്യങ്ങളും ഇതിൽ നടക്കുന്ന നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം സൂക്ഷിച്ച് നിരീക്ഷിക്കാൻ. കാരണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹിന്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് മൊത്തത്തിൽ കൊള്ളാവും. ലോജിക്കലി മേഹുല് തോറ്റ് കഴിഞ്ഞാൽ വെക്ടർ ഡിറ്റക്റ്റീവ് തോക്കത്തില്ല. മോഷണം നടത്തിയ ശേഷം കള്ളൻ ഏത് വഴിയിലൂടെ ആയിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? ഇവിടെ നിന്ന് 3 റോഡുകളാണ് പോകുന്നത്. 3 റോഡുകൾ ഉണ്ട് ഗൈസ്. അത് ഏത് 3 റോഡാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ വഴി കാട്ടിലൂടെയാണ്. കാട്ടിലൂടെ കാരണം ആ സ്ഥലം ചെളി നിറഞ്ഞതും സ്ലിപ്പറിയുമാണ്. ഓക്കെ. രണ്ടാമത്തെ വഴി സിറ്റി ബൈപ്പാസിലൂടെയാണ് സിറ്റി പോകുന്നത്. ബൈപ്പാസ്. അതിന് ദൂരെ കൂടുതലാണ്. മൂന്നാമത്തെ വഴി ഓൾഡ് ബ്രിഡ്ജിലൂടെയാണ് ഓൾഡ് പോകുന്നത്. ബ്രിഡ്ജ്. അത് 2 മാസക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ലോജിക്കൽ ആർമി, നിങ്ങൾ ഡിറ്റക്റ്റീവ് മേഖലയാണെങ്കിൽ ഏത് വഴിയായിരിക്കും നിങ്ങൾ ആദ്യം പരിശോധിക്കും? ലോജിക്കൽ ആർമി, ഞാൻ ഡിറ്റക്റ്റീവ് മേഖലയിൽ, ഞാൻ ഡിറ്റക്റ്റീവ് വെക്ടർ ആണ്. എന്റെ നിഗമന പ്രകാരം ഇപ്പറ ചളിയുള്ള റോഡാണെന്നാണ് പറയുന്നത്, ഇപ്പറ ബ്രിഡ്ജ് ഉള്ള റോഡാണെന്ന് പറയുന്നത്, നടുവിൽ ബൈപ്പാസ് ഉള്ള റോഡാണെന്നാണ് പറയുന്നത്. അപ്പൊ ബൈപ്പാസ് ഉള്ള റോഡില് ദൂരെ കൂടുതലാന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ഇതിലിപ്പോ തീരുമാനിക്കുമ്പോൾ കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചളിയുള്ള വഴി കൂടെ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഓൾഡ് ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് പൂട്ടിയിരിക്കുന്നതാണ്. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലത്തെ ഈ വഴിയാണ്. എങ്ങാനും എന്റെ നിഗമനം തെറ്റിട്ടുണ്ട് മേഹുല എന്നെ ഞാൻ ഫോറസ്റ്റ് റോഡ്, സിറ്റി ബൈപ്പാസ് ഓർ ഓൾഡ് ബ്രിഡ്ജ്? ശരിയായ ഉത്തരം സിറ്റി ബൈപ്പാസ് ആണ്. ഫോറസ്റ്റ് റോഡിൽ ഞാൻ പറഞ്ഞില്ലേ സിറ്റി ബൈപ്പാസ് ആണെന്നുള്ളത്. കാരണം എനിക്കറിയാം ചളി കൂടെ എന്തായാലും പോകത്തില്ല കള്ളന്മാര്. അത് ഈ കെട്ട മടലും ടാബ്ലറ്റ് ഒക്കെ കട്ടിട്ട് വല്ല ഗോൾഡ്, വജ്ര, ഡയമണ്ട് ആക്കാനാണെങ്കിൽ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ കെട്ട മടലും ടാബ്ലറ്റും കത്തിച്ചിട്ട് ചളി കൂടെ എല്ലാം പോണെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും വരാനുള്ള വഴിയില്ല. ബ്രിഡ്ജ് ക്ലോസ്ഡും, അതിനർത്ഥം എസ്കേപ്പ് റോഡ് സിറ്റി ബൈപ്പാസ് തന്നെയാണ്. അതെ അതെ. സർ വരൂ, നമുക്ക് CCTV ഫുട്ടേജസ് നോക്കാം. ഒരു പക്ഷേ അവന്റെ മുഖമില്ലായിരിക്കാം, പക്ഷെ ഒരു ക്ലൂ തീർച്ചയായും കിട്ടും. അത് കിട്ടും. CCTV ലോജിക്ക് ഒരിക്കലും മറയുകയില്ല. അളവ് മറന്നാലും ലോജിക്കൽ ഒരിക്കലും മറക്കത്തില്ല എന്നാണ് പറയുന്നത്. CCTVയിൽ എന്തായാലും നമുക്കൊരു ക്ലൂ അങ്ങ് കിട്ടും. ഇതിലെ ഓരോ ക്ലൂ നമുക്ക് അത്യാവശ്യമാണ് ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇത് റോബറിയുടെ സമയത്തെ ഫൂട്ടേജസ് ആണ്. ഓക്കെ സർ, അതിശയമായിരിക്കുന്നു. ഇന്ന് ആ വഴിയിലൂടെ വെള്ള വാനുകൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. 1 2 3 വൈറ്റ് വാൻ അതിലൂടെ കടന്നുപോയി. 3 CCTV കൂടെയും ഒറ്റ വാനേ കടന്നു പോയിട്ടുള്ളൂ, ഒരു വെള്ള വാൻ മാത്രം. അതിലൂടെ കടന്നുപോയി എന്നല്ലാതെ വേറൊരു വണ്ടിയും ഇതുവരേക്കും കണ്ടില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി, എന്താ ഇന്ന് ആ സമയത്ത് വെള്ള വാൻ മാത്രമേ 3 തവണ അതിലൂടെ കടന്നു പോയിട്ടുള്ളൂ എന്നത് കോയിൻസിഡൻസ് ആണ്? ആ സമയത്ത് ആ വാന് മാത്രമേ പോയിട്ടുള്ളൂ. ആ 3 CCTVയിലും സെയിം വാനാണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെ ഒരു കോയിൻസിഡൻസ് ആവും? ഇത് അവന്മാര് പ്ലാൻ ചെയ്തതാണ്. ആ ടാബും മടലും അടിച്ചു മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഇത് ഒമിനിയാ? ഏത് വാനാ ഇത്? ആംബുലൻസാ? ഈ ആംബുലൻസിന് അടിക്കേണ്ട പെട്രോളും ഈ ആംബുലൻസ് റെന്റിന് എടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് ആ മടലും ടാബ്ലറ്റും വാങ്ങിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കള്ളനും എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇത് കേസ് മൊത്തം തെളിയിക്കാത്തത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ തീട്ട കേസിന് എന്നെ വിളിക്കരുത്. ഞാൻ കുറച്ച് വലിയ കേസ് തെളിയിക്കുന്ന ഒരു ആളാണ്. കേസ് തെളിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും അല്ല, അത് പോസിബിൾ അല്ല. നോക്കൂ, സെയിം വാൻ, സെയിം സ്പീഡ്, സെയിം നമ്പർ പ്ലേറ്റ്. സെയിം വാൻ, സെയിം സ്പീഡ്, സെയിം നമ്പർ പ്ലേറ്റ്. ഓക്കെ, സെയിം വാൻ ഓക്കെ, സെയിം നമ്പർ പ്ലേറ്റ് ഓക്കെ, സെയിം സ്പീഡുമായിട്ട് എന്താ ബന്ധം? അതായത് സ്പീഡ് വേണമെങ്കിൽ കൂട്ടാ കുറക്കാ പെട്ടെന്ന് പോവാ. അതെനിക്കറിയില്ല, അതിന്റെ ലോജിക്ക് എന്താ അറിയില്ല. അത് ഈ മേഹുലിനോട് തന്നെ ചോദിച്ചു നോക്കട്ടെ, എനിക്ക് എന്താ കറക്റ്റ് അറിയില്ല. ഇത് കള്ളൻ CCTV ഫൂട്ടേജസ് ഹാക്ക് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ. ഓ അത് ശരി. എടാ ഞാൻ പൊട്ടണ കേട്ടാ, മേഹുലിനെ അടിപൊളി. ഫ്ലാഷ് ബാക്ക്. ലോജിക്കലി മേഹുലി തോറ്റ് കഴിഞ്ഞാൽ വെക്ടർ ഡിറ്റക്റ്റീവ് തോക്കത്തില്ല. അപ്പൊ മേഹുല് പറയുന്നത് ഇതാരോ എഡിറ്റ് ചെയ്ത് മറ്റേ ലൂപ്പ് ആക്കിയിട്ടുണ്ട്, ഹാക്ക് ചെയ്തിട്ട്. ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. ലോജിക്കലി മേഹുല് തോറ്റ് കഴിഞ്ഞാൽ വെക്ടർ ഡിറ്റക്റ്റീവ് തോക്കത്തില്ല. ക്യാമറ ഈ റിപ്പീറ്റ് ക്ലിപ്പ് കാണിക്കുന്ന സമയത്താണ് യഥാർത്ഥ എസ്കേപ്പ് സംഭവിച്ചത്. ഓക്കെ, ഈ ലൂപ്പ് ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശരിക്കുള്ള എസ്കേപ്പ് അവിടെ നടന്നത്. ആ കള്ളന്മാർ മുഴുവൻ ക്യാമറയും കബളിപ്പിച്ചു. എനിക്ക് തോന്നുന്നത്
ആ കള്ളന്മാർ മുഴുവൻ പ്ലാനുമായി വന്നതെന്നാണ്. വരൂ, അതെ, നമുക്ക് അതെ, ക്രൈം അതെ. സീനിലേക്ക് പോകാം. കുട്ടികളോട് സംസാരിക്കാം. ഒരു കള്ളനും കാരണമില്ലാതെ ഒരിക്കലും കൊള്ളയടിക്കില്ല. പിന്നെ കാരണമില്ലാണ്ട് കൊള്ളടിക്കും. ഫ്രണ്ട് റോയിൽ 3 ബാഗ്സ് ഉണ്ട്. ഒരു കള്ളനും കാരണമില്ലാണ്ട് കൊള്ളടിക്കൂലെന്നോ? കൊള്ളയടിക്കണമെങ്കിൽ കാരണം വേണല്ലേ? പറഞ്ഞ ശരിയാ, പൈസയാണ് വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പൈസക്ക് വേണ്ടിട്ടല്ലേ കൊള്ളടിച്ച്? ആരെങ്കിലും വെറുതെ പൂജിച്ച് വെക്കാൻ വേണ്ടിട്ട് കൊള്ളയടിക്കോ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മൾ ലോജിക്കലി, നമ്മൾ മേഹുലിനെ പോലെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. എടാ ഞാൻ പൊട്ടണ കേട്ടാ, മേഹുലിനെ അടിപൊളി. ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഫ്രണ്ട് റോയിൽ 3 ബാഗ്സ് ഉണ്ട്. ഓരോ സീറ്റിലും 1-2 ബാഗുകൾ മാത്രമേ ഉള്ളൂ. സർ, ഒരുപക്ഷെ കുട്ടികൾ ഫ്രണ്ടില് 3 ബാഗ് ഉണ്ട് പോലും. ഓരോ സീറ്റിലും 1-2 ബാഗുള്ളൂ. ഒരു ഇതിൽ മാത്രം 3 ബാഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. സർ, ഒരുപക്ഷെ കുട്ടികൾ അബദ്ധവശാൽ അതവിടെ വെച്ചതായിരിക്കാം. അതെ, അത് ചിലപ്പോ അബദ്ധം. നെയിം ടാഗ് മിസ്സിംഗ് ആണ്. മറ്റൊരു ബാഗിൽ ടാഗ് തലകീഴായി കിടക്കുന്നു. സ്ട്രേഞ്ച്. ഈ ബാഗ് ആരുടേതാണ്? സർ, ഈ റെഡ് ബാഗ് എന്റേതാ. എന്നാൽ ഈ ബ്ലൂ ബാഗ് വേറെ ആരുടേതാണ്. ഒരു ബാഗിൽ നെയിം ടാഗ് ഇല്ല, പക്ഷെ മറ്റേ ബാഗിൽ നെയിം ടാഗ് തലയിരിച്ച് കിടക്കുന്ന പോലും. ഒട്ടിക്കാൻ അറിയാത്ത ഈ പൊട്ടന്റെ ബാഗ് എന്നാണ് പറയുന്നത്. അവനോട് തലയിരിച്ച് ഓട്ടിച്ചു പോയതായിരിക്കും. അതിൽ ഇത്ര സസ്പീഷ്യസ് ആയിട്ട് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റേ ബാഗിൽ സ്റ്റിക്കർ ഇല്ല. അതെന്തുകൊണ്ടാ? സ്കൂളിലെ ടീച്ചർ സ്റ്റിക്കർ കൊടുത്തില്ലേ? സ്റ്റിക്കർ മായ്ക്കാൻ പറ്റാതിട്ടാണോ? മേഹുല് ചെറിയ സ്റ്റിക്കർ അല്ല, വള്ളി കണ്ടാ പോലും പിന്നെ അതിൽ പിടിച്ചു തരും. മേഹുല് പണ്ടേ പ്രാന്തനെ. ഞാൻ അന്ന് കണ്ട മുതലേ പ്രാന്തനാണ്. സർ, റോബേഴ്സ് വന്നപ്പോൾ അവർ ഫസ്റ്റ് റോയ്ക്ക് സമീപം കൂടുതൽ സമയം ചെലവഴിച്ചുവെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി. അവരുടെ ടാർഗറ്റ് ഗോൾഡ് മെഡൽ അല്ലായിരുന്നു. ഒരു പക്ഷേ ഏതെങ്കിലും കുട്ടിയുടെ കിഡ്നാപ്പിംഗ് ആയിരിക്കാം. കാരണം ആരെങ്കിലും സ്കൂൾ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് എന്തിനാണ്? അതും വ്യാജ സ്വർണ്ണ മെഡൽ. എന്നാൽ അവർ കിഡ്നാപ്പിംഗ് എന്തുകൊണ്ടാ ചെയ്യാത്തത്? ഇപ്പോഴാണ് മോനെ സെറ്റ് ആയത്. ഞാനും കുറെ സമയം വിചാരിക്കുന്നു, എന്തിനാണ് ഈ മടല്, അത് ഗോൾഡ് അല്ലാത്ത മടല് ഇത്ര പ്ലാൻ ചെയ്തിട്ട് ഇവന്മാർ എന്തിനാ മടൽ അടിച്ചു മാറ്റേണ്ടത്? ഇപ്പോഴല്ല നമുക്ക് കാര്യം മനസ്സിലായത്. ഇത് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്തോ ഫെയിലായി. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റിയില്ല. പകരം ഇതൊരു റോബറിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഗോൾഡ് മെഡലും മറ്റു സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാലേ കേസ് തെളിയിക്കാൻ പറ്റും. എന്നാൽ അവർ കിഡ്നാപ്പിംഗ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതെ, കിഡ്നാപ്പിംഗ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എക്സാക്ട്ലി അവർ എന്താണ് ചെയ്തത്? ഏത് റോയാണ് അവർ ആദ്യം ചെക്ക് ചെയ്തത്? സർ, അവർ ഫ്രണ്ട് റോയ്ക്ക് നേരെ വന്നത്. എല്ലാ കുട്ടികളോടും അവരുടെ പേരുകൾ ഉച്ചത്തിൽ പറയുവാൻ പറഞ്ഞു. അതായത് അവരുടെ ടാർഗറ്റ് ഒരു പ്രത്യേക കുട്ടിയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് കിഡ്നാപ്പിംഗ് ഫെയിൽ ആയത്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് പറയുവാൻ കഴിയുമോ എല്ലാ കുട്ടികളുടെ പേരുകൾ അറിഞ്ഞിട്ടും അവർ എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ട് പോകാതിരുന്നതെന്ന്? ഇത് കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ 1, 2, 3, 4 കുട്ടികളാണ്. ബാക്കി ഇവന്മാര് ഷാഡോ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് സ്പെസിഫിക് ആയിട്ട് ഏതോ ഒരു ചെക്കൻ ഉണ്ട്. ആ ചെക്കൻ ഞാൻ തോന്നുന്നു ഈ കള്ളന് വേണ്ടത്. ആ ചെക്കൻ ചിലപ്പോ ഇന്ന് ലീവായിരിക്കും, വല്ല പനിയാ വയറ്റുന്ന പോക്കാറ്റായിട്ട്. അതുകൊണ്ട് ഇവരെ പ്ലാൻ എന്തോ ഫെയിൽ ആയി എന്ന് തോന്നുന്നു. ബാക്കി എന്താ നമുക്ക് കണ്ടറിയാം. ഇനി മേഹുലിന്റെ ലോജിക്കൽ വെച്ചിട്ട് എന്താണ് ഇവൻ പറയാൻ പോകുന്നതെന്ന് പഠിച്ചോനെ അറിയാം. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി കാണും. ഒരുപക്ഷെ 2-3 കുട്ടികൾക്ക് ഒരേ പേരുണ്ടെങ്കിൽ ഏത് കുട്ടിയാണ് തട്ടിക്കൊണ്ടു പോവുക? കുട്ടിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്ലാൻ പരാജയപ്പെടുമായിരുന്നു. ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഞാൻ എന്ത് ഇങ്ങനെ ചിന്തിക്കാത്തത്? എനിക്ക് മേഹുലിനെക്കാട്ട് ഒരു പിടി മുകളിൽ ചിന്തിക്കണം. എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. വൈ? ലോജിക്കലി മേഹുല് തോറ്റ് കഴിഞ്ഞാൽ വെക്ടർ ഡിക്റ്റേറ്റീവ് തോക്കത്തില്ല. ഞാൻ മിക്കവാറും ഡിക്റ്റേറ്റീവ് ഫീൽഡ് വിടേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? ഞാൻ ചിന്തിച്ചത് ശരി തന്നെയല്ലേ? ആ ലീവാണെങ്കിലോ? എല്ലാ കുട്ടികളും അറ്റൻഡൻസ് ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. അങ്ങനെ നമ്മളെ ചിന്താഗതി ഒന്നും കറക്റ്റ് ആവുന്നില്ല. എന്താന്ന് എനിക്ക് അറിയില്ല. സെറ്റാക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? സ്കൂളിൽ സെയിം പേരുള്ള സ്റ്റുഡൻസ് വേറെ ഉണ്ടോ? സർ, അതെ. നമ്മുടെ സ്കൂളിൽ റിഹാൻ എന്ന പേരുള്ള 3 കുട്ടികളുണ്ട്. Exactly. അവരുടെ കൺഫ്യൂഷനുള്ള കാരണം ഇതാണ്. അവർ റിഹാൻ. എക്സ്ക്യൂസ് മീ, ആകെ അവിടെ 4 കുട്ടികളുള്ള 3 പിള്ളേര് റിഹാൻ എന്ന് പേരുള്ളത്. 4 കുട്ടികൾ 3 ഒരേ പേരുള്ളതാണോ? എന്ന പേര് പറഞ്ഞപ്പോൾ 3 കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. തെറ്റായ കുട്ടിയെ കൊണ്ടുപോകുമെന്ന് കിഡ്നാപ്പേഴ്സും ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ റോബറി ചെയ്യാനാ വന്നതെന്ന് ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയത്. അപ്പോൾ റോബറി കവർപ്പായിരുന്നു അല്ലേ? അവരുടെ യഥാർത്ഥ പ്ലാൻ റിഹാനെ കിഡ്നാപ്പ് ചെയ്യുക എന്നതായിരുന്നു. തീർച്ചയായും. ഇനി ചോദ്യം ഇതാണ്, റിഹാൻ എന്ന കുട്ടി ബസ്സിൽ ഇരിക്കുന്നുണ്ടെന്ന് ആരാണ് അവരോട് പറഞ്ഞത്? ബസ്സിൽ അബദ്ധത്തിൽ വന്ന ബാഗ് ചിലപ്പോൾ കേസ് മുഴുവനും കീഴ്മേൽ മറിക്കും. സർ, GPS ഫയലും ഉണ്ട്. ഫയലിൽ നോക്കൂ. ഒരു മെഡിക്കൽ റിപ്പോർട്ടും പിന്നെ ഒരു അഡ്രസ് കാർഡും. റിഹാൻ ഖുറേഷി. അച്ഛന്റെ പേര് ജാവേദ് ഖുറേഷി. നമുക്ക് ഇനി കണ്ടുപിടിക്കണം ഏത് റിഹാൻ ആണെന്ന്. കാരണം 3 റിഹാൻ ഉണ്ട്. ഇതിൽ ഏതോ ഒരു റിഹാനെയാണ് കിഡ്നാപ്പ് ചെയ്യാൻ വന്നത്. പിന്നെ ഇവര് ഒരു ബാഗ് കിടപ്പുണ്ട്. ആ ബാഗിന് ആരാന്ന് കണ്ടുപിടിക്കണം. സോ നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ക്ലൂസ് കിട്ടി. എന്നാൽ എന്തൊക്കെയാണ്?
ടൈം എടുത്ത് നിങ്ങളും ചിന്തിക്കുക. എന്നിട്ട് എല്ലാ ക്ലൂസും എന്നോട് കമന്റ് ചെയ്ത് പറയുക. ക്ലൂ 1, ഈ ബാഗിൽ GPS ഉണ്ട്. അതിനർത്ഥം ആരോ ബസ് ട്രാക്ക് ചെയ്യുന്നതിനായി GPS വെച്ചിരുന്നു. ജാവേദ് ഖുറേഷിയുടെ റിപ്പോർട്ട് അടങ്ങിയ ഒരു ഫയൽ അബദ്ധവശാൽ ബാഗിലെത്തി. അതിനർത്ഥം ഈ ബാഗ് ജാവേദ് ഖുറേഷിയുടെ വീട്ടിൽ നിന്നാ വന്നത്. ആരോ മനഃപൂർവ്വം ഇതിൽ വെച്ചു. റിഹാൻ ഖുറേഷിയുടെ പിതാവാകുവാൻ സാധ്യതയുണ്ട്. 3 റിഹാൻമാരിൽ ആരെങ്കിലും റിഹാൻ ഖുറേഷിയാണോ? ഓ കിട്ടി. എന്റെ അച്ഛന്റെ പേരെന്താണ്? സർ ജാവേദ് ഖുറേഷി. അപ്പൊ ഇവനെയാണ് പിടിക്കാൻ പോയത്. പ്ലാസ്റ്റിക് മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ഇവളെന്ത് ലോട്ടെ കാണിച്ചുട്ടുന്നേ? പ്ലാസ്റ്റിക്. സീരിയസ് ആയിട്ട് ഇവിടെ കേസ് തെളിയിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളെ നീ പണ്ടേ ഞാൻ അതിന്റെ മൂട് പിടിച്ച് നിലത്ത് ഉരക്കാന്ന് വിചാരിച്ചതാണ്. അന്ന് ഞാൻ അതിനെ വിട്ടതാ. മംഗലം കഴിച്ച ഇവന്റെ ഭാര്യയായെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ. പ്ലാസ്റ്റിക് മെഹുൽ സർ ഫാന്റാസ്റ്റിക്. സർ നിങ്ങൾ എന്ത് അനാലിസിസ് ആണ് നടത്തിയത്? അതിനർത്ഥം ഈ കുട്ടിയെയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടിയിരുന്നത്. നിന്നെ ആരാ രാവിലെ സ്കൂളിലേക്ക് വിടാൻ വന്നത്? ലോജിക്കലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. കാരണം ഒരു ബാഗ് ഉണ്ട്, ആ ബാഗ് GPS ഉണ്ട്. അതില് കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന ആളെ തന്ത ഉണ്ട്. ആ തന്ത എന്തോ ഒരു പൈസക്കാരൻ ആരും ആണ്. അപ്പൊ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് വല്ലതും ആണ് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടാൻ പോകാനുള്ള പ്ലാനിങ്. അതെനിക്ക് ഓൾറെഡി മനസ്സിലായായിരുന്നു. ഡ്രൈവറും പിന്നെ മെയ്ഡും. ആലിയ, നീ കുട്ടികളോടൊപ്പം നിൽക്ക. ഞാൻ പെട്ടെന്ന് തന്നെ ജാവേദ് ഖുറേഷിയുടെ വീട്ടിലേക്ക് പോകാം. പിന്നെ മേഹുൽ പിന്നെ പണ്ടായിട്ട് മറ്റേ അൾട്രാ ഇൻസ്റ്റന്റ് ആണ്, ഒറ്റയ്ക്ക്. അതായത് ഇവിടെ കേസ് തെളിയിക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഒരു ക്ലൂ ദുബൈയിലാണെങ്കിൽ ഇല്ല, അവിടുന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ദുബൈയിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെയും തിരിച്ച് ഇവിടത്തേക്ക് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് അന്നേരം ദിവസം തന്നെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നാട്ടിലേക്ക് എത്തും. ഈ കേസിന്റെ സ്ഥലത്ത് നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ ഏതോ ഒരു ഖുറൈഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് മെഹുൽ, ഞാൻ ന്യൂസ് കണ്ടിരുന്നു. കുട്ടികൾ സേഫ് ആണല്ലോ അല്ലേ? കുട്ടികൾ സേഫ് ആണല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിന്റെ മോന ബസിന്റെ അകത്തില്ല, എന്നിട്ട് നിന്റെ എക്സ്പ്രഷൻ ഇത് കുറച്ച് പേടിക്കണ്ട്. അയ്യോ എന്റെ മോന് എന്താ പറ്റീനോ, എന്റെ മോനൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കൊന്ന് ഇവൻ തന്നെയാന്ന് തോന്നുന്നു ഇവന്റെ മോൻ ആർക്കോ വിൽക്കാൻ വേണ്ടിട്ട്, കിഡ്നിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റേ എന്തോ സാധനം വിറ്റ് പൈസയാക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. തികച്ചും സേഫ് ആണ് ഖുറേഷി. എന്നാൽ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. താങ്കളുടെ ബാഗ് എങ്ങനെയാ ബസ്സിൽ വന്നത്? ബാഗ്? എന്റെ ബാഗ് വീട്ടിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഡ്രൈവറോ മെയ്ഡോ അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോയതായിരിക്കാം. അവരെ രണ്ടുപേരെയും വിളിക്കാം. ഇവൻ ഒരുമാതിരി ഒരു കള്ള ലക്ഷണം കാണുന്നുണ്ടല്ലോ ഇവന്റെ മുഖത്ത്. കണ്ണൊക്കെ ഇങ്ങനെ ഒരു കള്ള ലക്ഷണം കാണുന്നില്ല ഗൈസ്. ഇവൻ എന്തോ ഒരു ഇവനെ എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. തന്ത ഇവൻ ചിലപ്പോ ഒറിജിനൽ തന്ത ആയിരിക്കും, സെക്കൻഡ് തന്ത അങ്ങ് വല്ലതായിരിക്കും. രാവിലെ എന്താ നടന്നതെന്ന് കറക്റ്റായി പറയൂ. കൂടാതെ ബാഗിനെ കുറിച്ചും അറിയണം. രാവിലെ എന്താ നടന്നത്? രാവിലെ ഓന്റെ തന്ത നടന്നിനി, പിന്നെ ആ ചെക്ക സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നടന്നിനി, ഓരോ കൊണ്ടാക്കികളെ നടന്നിനി, മേഹുലായിട്ടുള്ള നീ നടന്നിനി, എല്ലാരും നടന്നിനി. ഓക്കെ, ഞാൻ കാറിലായിരുന്നു സർ. ബസ് സ്റ്റോപ്പ് വരെ പോയി. റിഹാനെ ഗേറ്റ് വരെ മെയ്ഡാ കൊണ്ടുപോയത്. ബാഗിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ബാഗിനെ കുറിച്ച് ഞാൻ റിഹാൻ ബാബയെ ബസ്സിലിരുത്തിയിട്ട് വന്നു. പക്ഷേ സർ പറയുന്ന ഈ ബ്ലൂ ബാഗിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. നമ്മളെ മേഹുൽ ഇവിടെ ഏത് ബാഗാന്നുള്ളത് ഇവരെ പറഞ്ഞിട്ടില്ല സ്പെസിഫിക് ആയിട്ട്. ബാഗ് എന്ന് പറഞ്ഞ കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആരാണ് റിഹാനെ കൊണ്ടാക്കിയത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാഗിന്റെ കാര്യം പറഞ്ഞോളി. ആ ബാഗിന്റെ എന്തോ കാര്യം പറഞ്ഞു. ബാഗിന്റെ കളർ എന്താന്ന് പറഞ്ഞിട്ടില്ല. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ബ്ലൂ ബാഗിനെ പറ്റി എനിക്ക് അറിയാൻ പാടില്ല. ആളെ കിട്ടി മോനെ, ആളെ കിട്ടി. ഈ പെണ്ണുങ്ങളാണ് ആ ബ്ലൂ ബാഗ് കൊണ്ട് വെച്ചത്. ഇത് നാക്കും പഠിക്കൂല. ആരാണ് കള്ളം പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? പിന്നല്ല, ഇതൊക്കെ നിസാരം. എന്റെ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ബ്ലൂ ബാഗിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. എന്നാൽ ഞാൻ ഒരിക്കലും ബാഗിന്റെ കളർ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ജസ്റ്റ് പറഞ്ഞ അനുവദിക്കുന്നിടത്തോളം നുണയും അനുവദനീയമാണ്. സത്യം പറയും, ആരാണ് നിങ്ങളോട് ബാഗ് ബസ്സിൽ വെക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കള്ളമാണ്. ഒരാൾ വന്നിരുന്നു, 10,000 രൂപയും ഒരു ഡിവൈസും തന്നിട്ട് എന്നോട് ഇത് റിഹാൻ ബാബയുടെ ബസ്സിൽ വെക്കാൻ പറഞ്ഞു. ഡിവൈസ് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ആ ഡിവൈസ് ഒരു ബാഗിൽ ഡിവൈസ് 10,000 രൂപ കൊടുക്കുമ്പോ ഡിവൈസ് എങ്ങനെ വെക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തോനും പൊട്ടാൻ, കളനും പൊട്ടാൻ. എന്തേലാവട്ടെ, എല്ലാം പൊട്ടൻ മാറി. 10,000 രൂപ കിട്ടിയില്ലേ? ഞാൻ ഈ കേസ് ചിലപ്പോ എനിക്ക് ആ മറിച്ച് വേറെ ആളെ തലയിലേക്ക് ഇട്ടര. ഇനി അതിലൊരു 5,000 രൂപ എനിക്ക് തന്നാ മതി. ഇത് പറയുന്നു. ആ വ്യക്തിയുടെ മുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളമോ ഓർമ്മയുണ്ടോ? എനിക്ക് മുഖം ശരിയായി ഓർമ്മയില്ല. മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. എന്നാൽ അയാളുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. പോലെയുള്ള ഒരു അടയാളം. ചെറിയ ആങ്കർ ടാറ്റു ഹാൻഡിൽ. ലോജിക്കൽ ആർമി, ഡീറ്റെയിൽസ് ഓർക്കുക. ടാറ്റു എല്ലാവരിലും കാണില്ല. ഇത് നമുക്ക് വലിയൊരു ക്ലൂ ചെയ്താണോ അതോ ക്യാഷ് ആയിട്ടാണോ കിട്ടിയത്? സർ, ക്യാഷ് ആയിട്ടാ തന്നത്. ആ വ്യക്തി അത് നേരിട്ട് തന്നിട്ട് പോയി.
മിസ്റ്റർ ഖുറേഷി, ഞാൻ നിങ്ങളോട് നേരെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? സർ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. മാർക്കറ്റിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒരു കട നടത്തുന്നു. എന്റെ ദൈനംദിന കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ലോജിക്കൽ ഓഹോ, പഴങ്ങളും പച്ചക്കറിയും. ഓക്കെ, ബാക്കി കേക്കട്ടെ. ഇയാൾ കള്ളമാണ് പറയുന്നത്. എന്തിനായിരിക്കും? എങ്ങനെയായിരിക്കും മനസ്സിലായത്? ഇയാള് കള്ളമാന്ന് പറയുന്നത് ഇയാളെ പറയുമ്പം തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നുള്ള കാര്യം എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. AC, നല്ല ഗ്ലാസിന്റെ കർട്ടൻ, ബാക്കിൽ 45 ഇഞ്ചിന്റെ TV, ഇപ്പറ ലെതറിന്റെ സോഫ, മുമ്പിൽ കേറി വരുമ്പോ തന്നെ ഗേറ്റ് തുറക്കുന്ന കാറ് ഉണ്ട് കുറെ. നീ എന്ത് പച്ചക്കറി നീ വിൽക്കുന്നേ? 1 കോടി ഉറുപ്പിന്റെ പച്ചക്കറിയാണ് നീ വിൽക്കുന്നേ. അത് എന്ത് പച്ചക്കറി നീ വിൽക്കുന്നേ? ഇത്രയും സെറ്റപ്പിൽ എനിക്ക് വീടുണ്ടാക്കാൻ മാത്രം. എന്നാ പിന്നെ പച്ചക്കറി എനക്കും പറഞ്ഞ ഞാനും വിൽക്കട്ടെ. ഇതെല്ലാം നിർത്തി വെച്ച് പച്ചക്കറി വീട്ടിട്ട് കള്ള ഉടായി കൊടുക്കോന്റെ മോന്ത കിട്ടി. ഇയാളെ എനിക്ക് പണ്ടേ സസ്പീഷ്യസ് ഉണ്ട്. ഇയാളെന്നെ എന്തോ ഉടായി പായിച്ച. ഇയാളെ മാസ്ക് ഇട്ടിട്ട് തോന്നുന്നു. ഇയാളെ കയ്യിൽ പരിശോധിക്കാം, ടാറ്റു ഉണ്ടോ നോക്കണം നമുക്ക്. പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്നയാൾക്ക് ഇത്രയും ആഡംബര ബംഗ്ലാവിൽ താമസിക്കാൻ കഴിയില്ല. ഗേറ്റിലെത്തിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ഇമ്പോർട്ടഡ് SUV, ഫോറിൻ ക്യാമറാസ്, പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്, ഇതൊന്നും ഒരു സാധാരണ കടയുടമയ്ക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റുന്ന ദൂരത്തിലല്ല. ആളുകൾ അവരുടെ യഥാർത്ഥ ജോലി മറച്ചു വെക്കുന്നതിനുള്ള കാരണം കുറ്റബോധമോ ഭയമോ ആയിരിക്കും. സത്യം പറയൂ, ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ മുൻപ് ആന്റിക് പീസസ് മോഷ്ടിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തു. റെയർ കോയിൻ, സ്റ്റാച്ചു, ഓൾഡ് ടെമ്പിൾ ഐറ്റംസ്. ആ സമയത്ത് ഒരുപാട് ആളുകളുമായി ശത്രുത ഉണ്ടായിരുന്നു. എന്നാൽ സർ, ഇപ്പോൾ ആ ജോലികളെല്ലാം വിട്ട് ആ പൈസ കൊണ്ടാ ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. നിങ്ങളുടെ പഴയ തൊഴിൽ ശത്രുക്കൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടി വരെ എത്തിയിരിക്കും. പഴയ തൊഴിൽ ശത്രുക്കൾ അതവിടെ നിൽക്കട്ടെ. ഇവൻ പണ്ട് കുറെ കട്ടനിന്റെ സംഭവങ്ങൾ കടത്തിയിട്ടുണ്ട്. അതിന് ആദ്യം ഇവനിക്കെതിരെ കേസ് എടുക്കണം. ഇവൻ കള്ളനാ. ഇവനെ ആദ്യം കൂട്ട് എല്ലാം കട്ടിട്ട് ഇവനെ സത്യം നമ്മള് കണ്ടുപിടിച്ചു. ആദ്യം ഇവനെ ജയിലിൽ അടക്കണം. ഈ മോഷ്ടിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വേറെ പാർട്ട്നേഴ്സ് വല്ലതും ഉണ്ടായിരുന്നു? സർ, എന്നോടൊപ്പം ഇർഫാൻ, നമ്മൾ ഒരുമിച്ചാ ചെയ്തിരുന്നത്. ഞാൻ ബിസിനസ് അവസാനിപ്പിച്ചപ്പോൾ നിർത്തിയിരുന്നു. പ്രതികാരം ചെയ്യുവാനോ ശ്രമിക്കുകയാണെന്ന് സംശയമുണ്ടോ? രമേശിന് അല്പം ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ ചില പേയ്മെന്റുകൾ തടഞ്ഞു വെച്ചിരുന്നു. ഡാനിഷ് ജയിലിലുമായി 6 മാസം മുൻപ് മോചിതനായിരുന്നു. ഇർഫാൻ, അവനെ കുറിച്ച് ഒരറിവില്ല. നിങ്ങളുടെ കയ്യിൽ അവരുടെ ഫോട്ടോസ് ഉണ്ടോ? അതൊരു പഴയ ഫയലിൽ ഉണ്ടായിരിക്കും സർ. ഇപ്പം നമുക്ക് കിട്ടും മിക്കവാറും. ഇപ്പം നമുക്ക് ലോജിക്കൽ ആർമി കിഡ്നാപ്പിംഗിന് പുറകിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഈ കഷണ്ടി തലേനല്ല, ഈ താടി വെച്ച് ഇവനും അല്ല, ഈ മഞ്ഞക്കുപ്പായിട്ട് ഇവനും അല്ല, പിന്നെ ഇവന്റെ കൈമേലായി ആങ്കർ ടാറ്റു ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇവനാണ് ആ ചങ്ങായി കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നമ്മൾ ഈ കേസ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. കുറച്ച് വർണ്ണക്കള്ളാസൊക്കെ വീട്ടെ. ഇനി ഇവനെ പോയിട്ട് പിടിക്കുക, അത്ര തന്നെ. ഇയാളുടെ കയ്യിൽ ആങ്കർ ടാറ്റു ഉണ്ട്. എന്തായത് അതേ ആങ്കർ ടാറ്റു ആണോ? അതെ സർ, ഇത് അതേ ടാറ്റു ആണ് സർ. ഇത് ഡാനിഷ് ആണ്. അവൻ ജയിലിൽ നിന്ന് വന്നതാ. അവനെ പെട്ടെന്ന് തന്നെ പിടികൂടണം. എനിക്ക് ഇവന്റെ വീടിന്റെ അഡ്രസ് തരൂ. ഈ കള്ളൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ഇത്ര ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടു. കിഡ്നാപ്പ് ചെയ്യാൻ വന്നിട്ടും വേറെ ഒളിത്താവളൊന്നും ഇല്ലേ. ഒറിജിനൽ അഡ്രസ് ഒക്കെ അവൻ കൊടുക്കുന്ന സെയിം അഡ്രസ്സിൽ തന്നെയാണ് അവൻ താമസിക്കുന്നത്. ഈ കള്ളന് ഒട്ട് ബുദ്ധിയില്ല. പൊട്ടണ പോലത്തെ കള്ളനായത്. സർ, വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അവൻ ഓടിക്കാണും. വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ആ വീട്ട് പൂട്ടിയിട്ട് ഇരിക്കുവാന്ന് പറയുന്നത്. പൊട്ടാ, വീട്ടിന്റെ ഉള്ളിലല്ലേ ഇവനുള്ളത്, എന്നിട്ട് വീട് പൂട്ടിയിരിക്കുവാന്ന്. എന്നെ പൊട്ടണക്കാണ് നിങ്ങളെല്ലാം കൂടിച്ച്. വേണ്ടേ കളിക്കണ്ടേ. ഞാൻ നിർത്തി വെച്ചത് ഈ കേസ്. അകത്ത് ആരോ ഉണ്ട്. എന്താ ലോജിക്കൽ ആർമി? എനിക്ക് എങ്ങനെ മനസ്സിലായി അകത്ത് ആരോ ഉണ്ടെന്ന്? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതെ, എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതായത് പുറത്ത് മറ്റേ നിലത്തെ ഷൂവിന്റെ കല ഉണ്ടായിരുന്നു. ജനല് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോ എന്റെ നിഗമന പ്രകാരം ഞാൻ പറയുന്നത് ജനലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചത് കൊണ്ട് കള്ളന് ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഉള്ളിൽ കയറാണ്ട് ജനല് തുറന്നു വെച്ചിട്ട് അതിൽ കൂടെ വെറുതെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. ഇതെനിക്ക് അറിയാൻ പാടില്ല. ഇത് സംഭവം ഇതിന്റെ ഉള്ളിൽ കള്ളൻ ഇല്ല കേട്ടോ. കള്ളൻ ഇതിന്റെ ഒത്തില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിന്റെ ഉള്ളിൽ ഇല്ല. മേഹുലിന്റെ മൂട് പിടിച്ച് ഞാൻ സൈഡ് വിൻഡോ ഓപ്പൺ ആണ്. താഴെ ഫുഡ് സ്റ്റെപ്പിന്റെ മാർക്കും ഉണ്ട്. അതെ. തോക്ക് തോക്കൊണ്ട് വെടിവെച്ചിട്ട് മേഹുലിനെ അടികൊണ്ടില്ല. മാറി എന്താ വന്നപ്പോ മാറി. മേഹുല് പണ്ടത്തെ പോലെ ഒന്നല്ല. എനിക്ക് ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മേഹുലിന്റെ ഭാഷാ ശൈലി മാറി. മേഹുൽ ഇപ്പൊ ഫുള്ള് എന്താ പറയാ മൊത്തം അപ്ഡേറ്റഡ് ആയി. മേഹുലിന്റെ ഫെസിലിറ്റി, മേഹുലിന്റെ എബിലിറ്റി ഒക്കെ കൂടി. എന്റെ ആനിമേഷന്റെ ക്വാളിറ്റി കൂടി. കഥ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഫുള്ള് വേണമെങ്കിൽ കേസ് തെളിയിച്ചാൽ മതി. അങ്ങനത്തെ രീതിക്കായി വന്ന് പോകൂ ഡിറ്റക്ടീവ്സ്, ഇതെന്റെ പ്രതികാരമാണ്. ആർക്കും ലോജിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഡാനിഷ്.
നിങ്ങൾ okay ബംഗാളി ഫൈറ്റ്. അല്പം ലോജിക്കും ഒരു ഗാഡ്ജറ്റ്സിന്റെ കറണ്ടും മതിയായിരുന്നു. എനിക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു. ഖുറേഷ്യ അവനെ എന്നെ ജയിലിലാക്കിയത്. അതെ. ഒരു കുട്ടിയുടെ മേൽ കൈ ഉയർത്തുന്നതിലൂടെ ഒരു പ്രതികാരം പൂർണ്ണമാകില്ല ഡാനിൽ. കുട്ടിയുടെ മേലെ കൈ ഉയർത്തുമ്പോൾ വെട്ടേണ്ടത് കൈകളല്ല, തലയാണ്. നീ GPS വെച്ചു, CCTV ഹാക്ക് ചെയ്തു, പക്ഷേ ലോജിക്ക് നിന്നെ പിടികൂടുക തന്നെ ചെയ്തു. കേസ് സോൾഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു. കൂടുതലൊന്നും നമുക്ക് ആവശ്യം വന്നില്ല. എന്നാൽ കൂടിയും അറിയാലോ, നമ്മൾ വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റാത്ത കേസുകളൊന്നും ഇല്ല. അപ്പൊ ഗൈസ്, നമ്മളെ അടുത്ത കേസ് വല്ലത് തെളിയിക്കണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഡിറ്റക്റ്റീവ് വെക്ടർ സൈൻ ഓഫ്.